അപ്പോൾ എന്തായാലും ഭേദഗതി വന്നിട്ടുണ്ട്. ഒരു 2 ലക്ഷം രൂപ ഇലക്ട്രിഫിക്കേഷന് വേണ്ടി പൈസയൊന്നും ഇല്ല, എന്നാലും ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് കുട്ടികളുടെ പ്രയാസം ഞാൻ അവിടെ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചൂടുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2023-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മങ്കട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനായി നിർമ്മിച്ചു നൽകിയ VHSC കെട്ടിടവും നവീകരിച്ച HSS ക്ലാസ് റൂമും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2023-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മങ്കട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച VHSC കെട്ടിടവും നവീകരിച്ച HSS ക്ലാസ് റൂമും വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകി. സ്കൂളിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീര ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ കെട്ടിടത്തിന്റെയും ക്ലാസ് റൂമിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിൽ ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തികൾ നടത്തുന്നതിനായി 2 ലക്ഷം രൂപ അനുവദിച്ചതായി പ്രസിഡന്റ് തദ്വസരത്തിൽ പ്രഖ്യാപിച്ചു. ഇവിടെ വന്നപ്പോൾ നമ്മുടെ VHSCയുടെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത് നല്ല രീതിയിൽ ക്ലാസ് മുറിയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്, പക്ഷേ ആ എസ്റ്റിമേറ്റിനകത്ത് ഇലക്ട്രിഫിക്കേഷൻ്റെ എസ്റ്റിമേറ്റ് ഇല്ല. കുട്ടികൾക്ക് ഇനി നമുക്കറിയാലോ, ഇനി ചൂടുകാലമാണ് വരുന്നത്, വലിയ ബുദ്ധിമുട്ടാണ്. 2 ലാബാണ്, വലിയ പ്രയാസമാണ്. അപ്പോൾ എന്തായാലും ഭേദഗതി വന്നിട്ടുണ്ട്. ഒരു 2 ലക്ഷം രൂപ ഇലക്ട്രിഫിക്കേഷന് വേണ്ടി പൈസയൊന്നും ഇല്ല, എന്നാലും ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് കുട്ടികളുടെ പ്രയാസം ഞാൻ അവിടെ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചൂടുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് വെച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് TS കഴിഞ്ഞ് ടെൻഡറിലേക്ക് കടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ചിലപ്പോൾ ഒരു 2 മാസം പിടിക്കും. അത് കഴിഞ്ഞാലായിരിക്കും നമുക്കത് പ്രവർത്തി തുടങ്ങിയാൽ അത് എത്രയും പെട്ടെന്ന് തീർക്കാനൊക്കെ സാധിക്കും. ഇലക്ട്രിഫിക്കേഷനാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ സംസാരിക്കാത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കൊണ്ടാണ്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, VHSCയിലേക്ക് നമ്മളെപ്പോഴും VHSCയുടെ ADയും VHSCയിലെ അധ്യാപകരൊക്കെ നമ്മളോട് പറയുന്നത് ഹയർ സെക്കൻഡറിയിലൊക്കെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. അതിനപ്പുറത്തേക്ക് അങ്ങനെയൊന്നുമല്ല. കാരണം VHSCയിലൂടെ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. അറിവില്ലാത്തത്. അപ്പം ഇന്ന് രാവിലെ വാഴക്കാട് സ്കൂളിൽ പോയപ്പോൾ, ആ വാഴക്കാട് ഗവൺമെൻറ് സ്കൂളിൽ IHRDയുടെ കീഴിലുള്ള കോളേജിൽ പോയപ്പോൾ അവിടെയുള്ള 2 കുട്ടികൾ ഗൂഗിളുമായി ബന്ധപ്പെട്ട് എന്തോ അവരൊരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരെ അതിൻ്റെ അംബാസഡർമാരായിട്ട് ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ AI-ക്ക് വലിയ സാധ്യതയുണ്ട് എന്നും AI-യുടെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതിന്റെ സാധ്യതകളെ മനസ്സിലാക്കിയിട്ടായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ P ഷഹർബാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T അബ്ദുൾ കരീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അസ്കർ അലി, വൈസ് പ്രസിഡന്റ് സെലീന ഉമർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് പൊട്ടങ്ങൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. PTA പ്രസിഡന്റ് ഫൈസൽ മാമ്പള്ളി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. SMC ചെയർമാൻ സൈഫുള്ള കറുമുക്കിൽ പ്രൊജക്ട് സമർപ്പണം നടത്തി. വാർഡ് മെമ്പർമാരായ അബ്ദുസലാം കൂട്ടപ്പുലാൻ, P ബിന്ദു, PTA പ്രസിഡന്റ് PT അബ്ദുസമദ്, SMC വൈസ് ചെയർമാൻ T ഫിറോസ്, ഹെഡ്മിസ്ട്രസ് P ഖൈറോജ, സ്റ്റാഫ് ജനറൽ സെക്രട്ടറി T അബ്ദുസമദ്, പ്രിൻസിപ്പൽ TV ദീപ, GHSS മങ്കട പ്രിൻസിപ്പൽ P ലക്ഷ്മണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.